നമസ്കാരം. ഒരു കാലത്ത് നമ്മുടെ സിനിമയിലേക്ക് ഒരു സ്ഥിരം രംഗമായിരുന്നു കാമുകിയുടെ അല്ലെങ്കിൽ കാമുകിയുടെ വീട്ടുകാരുടെ അനുകമ്പയും സ്നേഹമൊക്കെ പിടിച്ചു പറ്റുന്നതിന് വേണ്ടി കാമുകിയെ ആരെങ്കിലും ഒരാൾക്ക് കൊട്ടേഷൻ കൊടുത്ത് ആക്രമിക്കുക. പെട്ടെന്ന് നാടകീയമായി നായകൻ ആ രംഗത്ത് പ്രത്യക്ഷപ്പെടുന്നു, വില്ലനെ ഇടിച്ച് നിലംപരിശാക്കുന്നു, നായികയെ രക്ഷിക്കുന്നു. അതല്ലെങ്കിൽ നായികയെ വാഹനം ഇടിച്ച് വീഴ്ത്താൻ ആളിനെ പറഞ്ഞേക്കുന്നു. വാഹനം ചെറുതായിട്ടൊന്ന് തട്ടിയാൽ മതി എന്ന് പറയുന്നു. അങ്ങനെ തട്ടി വീഴുന്നു. ഓടിയെത്തുന്ന നായകൻ രക്ഷിച്ചു കൊണ്ടുപോയി ആശുപത്രിയിലാക്കുന്നു. അങ്ങനെ അവരുടെ പ്രണയത്തിന് വീട്ടുകാർ പച്ചക്കൊടി കാണിക്കുന്നു. അങ്ങനെ ശുഭപരിവാസമായി അവസാനിക്കുന്ന ഒരുപാട് സിനിമകൾ ഒരു കാലത്ത് മലയാള സിനിമയിൽ ഉണ്ടായിരുന്നു. എന്നാൽ ചില സിനിമകളിലെങ്കിലും ഇതിന് വിപരീതമായ രംഗങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ട്. കൊട്ടേഷൻ കൊടുത്ത് വിടുന്ന ആൾ ചെറുതായി തല്ലുന്നതിന് പകരം അടിച്ച് നിലംപരിശാക്കുന്നതും എല്ലൊടിച്ച് വിടുന്നതും ഒടുവിൽ അതിൻ്റെ പേരിൽ ശരിക്കും ഇതിന് ഏർപ്പാടാക്കിയ ആൾ തന്നെ അകത്താവുന്നതൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷേ ജീവിതത്തിൽ കഴിഞ്ഞ ദിവസം അത് സംഭവിച്ചത് കോന്നിയിലാണ്. അവിടെയുള്ള ഒരു കാമുകന് തോന്നി തനിക്ക് കാമുകിയുടെ വീട്ടുകാരുടെ മുന്നിൽ ഒന്ന് ഇമ്പ്രസ് ചെയ്യിക്കാൻ, അല്ലെങ്കിൽ അവരുടെ മുന്നിൽ താനൊരു യോഗ്യനാണ് എന്ന് തെളിയിക്കാൻ എന്തെങ്കിലും ഒരു നാടകം കളിക്കാൻ അദ്ദേഹം തീരുമാനിക്കുന്നു. രഞ്ജിത്ത് രാജൻ എന്നാണ് ഈ ചെറുപ്പക്കാരൻ്റെ പേര്. ഇതിനായി ഇയാൾ ഒരുപക്ഷെ പഴയ സിനിമകളെങ്ങാനുമാണോ ഇയാളെ സ്വാധീനിച്ചതെന്ന് അറിയില്ല. ഏതായാലും കൂട്ടുകാരനായ അജാസിനോട് ഇയാൾ ഈ വിവരം പറയുകയാണ്. എനിക്ക് കാമുകിയുടെ വീട്ടുകാരുടെ മുന്നിൽ ഒന്ന് ആളാവാൻ വേണ്ടി നമുക്ക് എന്താണ് ചെയ്യാൻ കഴിയുക? അതിനായി ഇയാളൊരു പദ്ധതി മുന്നോട്ട് വയ്ക്കുന്നു. രണ്ടുപേരും ചേർന്ന് ഈ പദ്ധതിക്ക് അംഗീകാരം നൽകുന്നു. കാമുകി സ്കൂട്ടറിൽ സ്ഥിരം സഞ്ചരിക്കുന്ന ആളാണ്. കാമുകി സ്കൂട്ടറിൽ പോകുമ്പോൾ സുഹൃത്തായ അജാസ് അദ്ദേഹത്തിൻ്റെ കാറിൽ ചെന്ന് ചെറുതായി ഒന്ന് തട്ടുന്നു. അങ്ങനെ നായിക താഴെ വീഴുന്നു. പെട്ടെന്ന് തന്നെ രംഗത്തെത്തുന്ന രഞ്ജിത്ത് നായികയെ രക്ഷിച്ച് ആശുപത്രി കൊണ്ടുപോകുന്നു. കാമുകിയുടെ വീട്ടുകാരുടെ മുന്നിൽ താനൊരു നല്ല മനുഷ്യനാണ്, ഏറ്റവും ഹൃദയാലുവായ ദയുള്ള ഒരാളാണെന്നൊക്കെ തന്നെ ബോധ്യപ്പെടുത്തി അങ്ങനെ കല്യാണത്തിലേക്ക് നയിക്കാനൊക്കെ അത് കാരണമായേക്കും എന്നുള്ള ധാരണയിൽ ഇയാൾ അജാസിനെ പറഞ്ഞേക്കുകയാണ്. ഏതായാലും അജാസ് നേരെ കാറുമായി ചെല്ലുന്നു. കാമുകി സ്കൂട്ടറിലേക്ക് വരുന്നത് കണ്ട് സ്കൂട്ടറിലേക്ക് ഇടിക്കുന്നു. പക്ഷേ ഈ ഇടി ചെറിയ ഇടിയായിരുന്നില്ല, അതൊരു 1.5 ഇടിയായിരുന്നു എന്നുള്ളതാണ് ചുരുക്കം. പെട്ടെന്ന് തന്നെ രംഗത്ത് പ്രത്യക്ഷപ്പെടുന്നു. അവിടെ കൂടിയ ആളുകളോട് പറയുന്നത് തൻ്റെ ഭാര്യയാണ് എന്ന് രഞ്ജിത്ത് പറയുകയാണ്. തുടർന്ന് ഈ യുവതിയെ ഇയാൾ തന്നെ ആശുപത്രിയിൽ എത്തിക്കുകയും ചെയ്യുന്നു. അങ്ങനെ കാമുകിയുടെ വീട്ടുകാരുടെ മുന്നിൽ നല്ല പിള്ളയായി നിൽക്കാൻ ഇയാൾ ശ്രമിക്കുന്നതിനിടയിലാണ് ഈ കുട്ടിയുടെ ദേഹമാസകലം പരിക്കേറ്റിട്ടുണ്ടായിരുന്നു. പോലീസുകാർ സംശയം തോന്നി, ഇതിലെന്തോ കള്ളക്കളി ഉണ്ടോയെന്ന്. കാരണം വാഹനം ഇടിച്ച അജാസ് ആകട്ടെ വാഹനം സ്ഥലത്ത് നിർത്താതെ വിട്ട് പോവുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ഏതായാലും നമ്മുടെ പോലീസാണല്ലോ, കൃത്യമായ ഒരു അന്വേഷണം നടത്തുകയും ഇതിൻ്റെ പിന്നിലെ കള്ളക്കളി കണ്ടുപിടിക്കുകയും ചെയ്തു. ഏതായാലും ഇപ്പോൾ രണ്ടുപേരും വധശ്രമ കേസിൽ പ്രതികളായി അകത്ത് കിടക്കുകയാണ്. നമ്മളൊന്ന് ചിന്തിച്ച് നോക്കുക, നമ്മുടെ നാട്ടിലെ ചെറുപ്പക്കാരെല്ലാം ഇത് എങ്ങോട്ടാണ് പോകുന്നത്? ഏതെങ്കിലും സിനിമയിലോ സീരിയലിലോ കണ്ട രംഗങ്ങളെ അനുകരിച്ചുകൊണ്ട് ജീവിതത്തിൽ അങ്ങനെയൊക്കെ ചെയ്യാൻ ശ്രമിക്കുമ്പോൾ എന്തെല്ലാം ദുരന്തങ്ങളാണ് ഇവരെ കാത്തിരിക്കുന്നത്. ഇനി ഇവർക്ക് വേണ്ടി കോടതിയും പോലീസ് സ്റ്റേഷനും എല്ലാം കയറി ഇറങ്ങേണ്ടതും വക്കീൽ ഫീസ് കൊടുക്കേണ്ടതൊക്കെ തന്നെ വീട്ടുകാരാണ്. കാമുകിയുടെ വീട്ടുകാരെ ഇംപ്രസ് ചെയ്യിക്കാൻ വേറെ ഒരുപാട് നല്ല മാർഗ്ഗങ്ങൾ ഉണ്ടായിരുന്നു എങ്കിൽ പോലും 1970 80 മലയാള സിനിമയിൽ പലപ്പോഴും ആവർത്തിച്ചിട്ടുള്ള ഈ ഒരു രംഗം ഇവിടെ നിന്നാണ് ഇവർക്ക് ഇതിനുള്ള പ്രചോദനം കിട്ടിയത് എന്ന് ഇനി മനസ്സിലാവുന്നില്ല. അതോ മറ്റാരെങ്കിലും മുതിർന്നവരാരെങ്കിലും ഇവർക്ക് ഇത്തരത്തിലുള്ള ഉപദേശം കൊടുത്തിരുന്നു, അക്കാലത്ത് ജീവിച്ചിരുന്ന ഏതെങ്കിലും ചേട്ടന്മാരെ അവർ ഉപദേശിച്ചതാണോ എന്നും അറിയില്ല. ഏതായാലും കാണിച്ചത് ശുദ്ധ തോന്നിയാസവും വൃത്തികേടുമാണ് എന്ന് തന്നെ പറയേണ്ടി വരും. അതിനുള്ള വില ഇപ്പോൾ അവർ കൊടുക്കുകയാണ്. വധശ്രമത്തിന് കേസെടുത്തു എന്ന് പറയുമ്പോൾ ഇനി അങ്ങോട്ട് കോടതി നടപടിക്രമങ്ങളൊക്കെ പാലിക്കേണ്ടി വരും. മാത്രവുമല്ല ഇയാൾക്ക് ഇനി കാമുകിയെ കിട്ടുകയില്ല എന്നുള്ള കാര്യം ഏതാണ്ട് ഉറപ്പായി കഴിഞ്ഞു. കാരണം കാമുകിയുടെ വീട്ടുകാർക്ക് കാര്യം മനസ്സിലായി, കാമുകിക്ക് മനസ്സിലായി ഇയാൾ മനഃപൂർവ്വം ഒപ്പിച്ച ഈ പണിയാണ് ഇത് എന്ന്. ഏതായാലും ഒരു പാവം പെൺകുട്ടിയുടെ ജീവൻ തലനാരിക്ക് രക്ഷപ്പെട്ടു എന്ന് തന്നെ പറയേണ്ടി വരും. കാരണം ഇയാളുടെ വാഹനം കൊണ്ട് ഇടിക്കുമ്പോൾ അങ്ങനെ കൃത്യമായി ചെറിയ തോതിൽ ഇടിച്ച് വീഴ്ത്താനൊന്നും കഴിവുള്ള ഒരാളായിരിക്കില്ല ഈ അജാസ്. ഇവർക്കെല്ലാം പ്രായം വളരെ കുറവാണെന്നുള്ള കാര്യം നമ്മൾ ഓർക്കണം. എല്ലാവരും 25 വയസ്സിന് താഴെ പ്രായമുള്ളവരാണ്. ഏതായാലും അനുഭവിക്കുക തന്നെ ഇനി ഇവർ മാത്രമല്ല, ഇവരുടെ വീട്ടുകാരും. ഒപ്പം കാമുകിയെ നഷ്ടപ്പെട്ട ദുഃഖവും കൂടി ഇനി രഞ്ജിത്ത് രാജൻ സഹിക്കേണ്ടി വരും.